മോർസണിയിൽ മേടിച്ച് വലിയൊരു സാൽമൺ ഫിഷ് ആയത് കേട്ടോ. പറയാൻ പോലെ ഒരു 3.5 കിലോയെല്ലാം ഉണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ഇത് വെട്ടാൻ വേണ്ടി പോവാം, തൊലി കളയാൻ വേണ്ടി പോവാം. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്നത്തെ എക്സ്പേർട്ടല്ല, അപ്പോൾ ഞാൻ അച്ചാച്ചൻ്റെ സഹായം തരുവാണ്. അപ്പോൾ അച്ചാച്ചനാണ് ഇതിൻ്റെ എക്സ്പേർട്ട്. ഇത് തൊലി കളയുന്നതാണ്. ആദ്യം സൈഡ് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് വെട്ടും. എന്നിട്ട് ഒരൊറ്റ എടുപ്പം എടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കും. ഞാനൊന്നും വലിച്ചാൽ ഇങ്ങനെ വരത്തില്ല കേട്ടോ. മീൻ്റെ ദശയെല്ലാം കൂടി ഇങ്ങനെ പോരും ഞാൻ വലിക്കുമ്പോൾ. അതിന് ഞാൻ എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നു. അങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നാ സിമ്പിളായിട്ട് എടുക്കുന്ന ചേച്ചാ. ഞാൻ ഇത് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ദശ ഇങ്ങ് പോരും. എനിക്ക് അപ്പോഴത്തേക്ക് അങ്ങ് ദേഷ്യം വരും. പിന്നെ ഞാൻ എന്നാൽ വരുന്നതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എനിക്ക് എടുക്കും. ഇതൊക്കെ നാക്ക് വേണം ഇങ്ങനെ അങ്ങോട്ട് വലിച്ചങ്ങ് എടുക്കുക അവനെ. അതെ, അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ്, ഈ സൈഡ് കഴിഞ്ഞു. അടുത്ത സൈഡ് നമ്മളിങ്ങനെ തന്നെ ചെയ്യുവാണ്. തൊലി ഇങ്ങനെ പിടിക്കുക. ഒറ്റ വലിക്കുക. താഴ്ത്തില്ല. ഇപ്പോഴും മീൻ ജീവനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാൽമൺ ഫിഷിന് ചാടി പോകുന്നവൻ. ഒറ്റ വലിക്കുക. നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ഇതൊരു 3.5 കിലോ ഇല്ല ചേച്ചാ? ഇത് കൊണ്ടുവന്ന് ഉടനെ ചെയ്യുവാണെങ്കിൽ അത് എളുപ്പമാണ്. നമുക്ക് അങ്ങ് ചെയ്തിട്ട് തല അങ്ങ് മുറിച്ച് മാറ്റുവാണേ. അത് നമ്മൾ കപ്പയുടെ കൂടെ കറി വെക്കും. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന് നമുക്ക് ഓരോ പ്രാവശ്യം കറി വെക്കാനുള്ളതിനെ മുറിച്ച് നമ്മൾ മാറ്റി വയ്ക്കും. 2 സാൽമൺ മേടിച്ചായിരുന്നു. ഒരെണ്ണത്തിനെ പീസാക്കി ഇന്ന് വൈകിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. അതിൻ്റെ തല തേണ്ട്. ഇപ്പോൾ രണ്ടാമത്തേനെ 60 പൗണ്ടായി കേട്ടോ. ഇങ്ങനത്തെ 2 സാൽമൺ ഫിഷിനെ മേടിച്ചപ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിൽ നല്ല വിലയാണ് സാൽമൺ ഫിഷ്. ഇപ്പോൾ കിട്ടും, അവിടെ ലുലുമാളിലൊക്കെ കിട്ടും. പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. നല്ല കറി വെക്കാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മുടെ സാൽമൺ ഫിഷിനെ എല്ലാത്തിനെയും പീസാക്കി